തന്നെ ഭൂമി ഒരു നാൾ ഇല്ലാതായി പോകുമത്രേ. അപ്പോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ആ വിശ്വസിക്കുന്ന ഖുർആനാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഖുർആന്റെ ആ ഒരു വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു ലോക അവസാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു അവസാന കാലഘട്ടത്തെ കുറിച്ച് വിശ്വസിക്കണം. അതാണ് ഓരോ മുസ്ലിമിന്റെയും വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസം. അപ്പൊ ബുനിയൽ ഇസ്ലാം വലാംശം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വഇഖാമുസ് സലാത്ത് വഇഖാസ് സകാത്ത് വസൗമു റമളാൻ വഹിജ്ജൽ ബൈത്തി മൻ ഇസ്തതാഅ ബില്ലാഹ്. ഇങ്ങനെ അതുപോലെ തന്നെ അൽ ഈമാനു അൻ തുഅ്മിനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളിലൂടെ പറഞ്ഞ് മുസ്ലിങ്ങളിൽ ഓരോ വിശ്വാസങ്ങൾ മുസ്ലിമായി ജനിച്ച് മരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഓരോ വിശ്വാസങ്ങളാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുക, സക്കാത്ത് കൊടുക്കുക, ഇങ്ങനെ ഒട്ടനവധി എന്ന് പറയുന്നത് ഇതെല്ലാ കർമ്മങ്ങളും നിർവഹിച്ചാൽ മാത്രമേ ഇപ്പറയുന്ന ഹജ്ജ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജിന് കൂലി കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഈമാനും ഇസ്ലാമും അനുഷ്ഠിച്ച് ജീവിച്ച് ആ ഒരു ജീവിതം തന്നെ മറ്റുള്ള ആളുകൾക്കൊരു മാതൃകയായി കാണിച്ചു കൊടുത്ത് ആ ഒരു രീതിയിൽ കൂടി ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ആ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമത്രേ. അപ്പൊ ഒരുപാട് കാലം നമ്മൾ പല ആളുകളുമായിട്ട് ചില ചെറിയ ചെറിയ വാക്ക് വ്യത്യാസങ്ങളിലൂടെയായിരിക്കും അവരുമായിട്ട് നമ്മൾ കൂടുതൽ വെറുക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ള ആളുകളാണ് മനുഷ്യർ. എന്തെങ്കിലും അടിപിടി ലെവലിലായിരിക്കും അവർ വെറുക്കപ്പെട്ട് വലിയ ശത്രുതയോടുകൂടി നീങ്ങുന്നത്. അതല്ലെങ്കിൽ കുടുംബപരമായിട്ട് അസൂയമൂത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ ഭിന്നിച്ചു നിൽക്കുന്ന കുടുംബങ്ങളും അതുപോലെ തന്നെ അയൽവാസികളും ഇങ്ങനെ തൊട്ടതിനും തോണ്ടിയതിനും എന്ന് പറഞ്ഞതുപോലെ പരസ്പരം യാതൊരുവിധ സ്നേഹവുമില്ലാതെ മുന്നോട്ട് ജീവിക്കുന്ന വ്യക്തികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഹജ്ജ് കർമ്മങ്ങൾ. അതുപോലെ തന്നെ ഈ ഹജ്ജിൻ്റെതായിട്ടുള്ള വിഷയം തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ വെറുക്കപ്പെട്ട രൂപത്തിൽ അതല്ലെങ്കിൽ അന്യന്റെ മുതൽ സമ്പാദിച്ച് അതല്ലെങ്കിൽ മറ്റുള്ളവനെ പറ്റിച്ച് അതല്ലെങ്കിൽ പലിശക്കെടുത്ത് ആ പലിശയിൽ വരുമാനമുണ്ടാക്കി ആ വരുമാനത്തിൽ ഇപ്പറയുന്ന ഹജ്ജ് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം അള്ളാഹു ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പൊ ഒരു മനുഷ്യൻ ജീവിച്ച് ആ മനുഷ്യൻ ഹലാലായ രൂപത്തിൽ, ഹലാലായി എന്ന് പറയുന്നത് ആ ഒരു അനാവശ്യമല്ലാത്ത രൂപത്തിൽ, നമുക്ക് അർഹതപ്പെടാത്ത രൂപത്തിൽ മുതൽ സമ്പാദിച്ച് ഉണ്ടാക്കുന്ന പണം കൊണ്ടൊന്നും ഒരിക്കലും ഒരു മുസ്ലിമിനും അവനക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല. അതുപോലെ തന്നെ നോമ്പ്, ആ സക്കാത്ത്, അതുപോലെ ഹജ്ജ് കർമ്മങ്ങളിൽ ആ പണം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പണം തന്നെ മുസ്ലിമാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ പല ആളുകളും പറയും ഞാൻ ഫ്രീ ആണ്, ഞാൻ ഒരിക്കലും പലിശ ഭക്ഷിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും പലിശയുടെ പിന്നിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ, ആ വ്യക്തികളോട് എനിക്കും പറയാൻ ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ വാഹനം ലോൺ എടുക്കുന്നു, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ EMI ആ ഒരു ചിലപ്പോ ഇല്ലാതെ തന്നെ ആ പണം ഒരുമിച്ച് കൊടുത്ത് അങ്ങനെ ഒഴിവാക്കി വിടുന്നത്. പക്ഷെ വാഹനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പലിശ ഈടാക്കിയിരിക്കും, ഒന്നില്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. അപ്പോ വാഹനമില്ലാത്തതായിട്ടുള്ള ഒരു വീട്ടുകാരും ഇന്ന് ഇല്ല. അതുപോലെ തന്നെ ഇസാഫ്, മുത്തൂറ്റ്, SML എന്നൊക്കെ പറയുന്നത് പോലെ ഈ സ്ത്രീകൾ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ നേടിയെടുക്കുന്ന ആ ഒരു പണം, അതും ഇതേ രൂപത്തിൽ തന്നെയാണ്, പലിശ തന്നെയാണ് ആ പണവും. അപ്പൊ നമ്മൾ ഒരു ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് രാവിലെ പോയി രാത്രിയിൽ തിരിച്ചു വരുന്ന സമയം നമുക്കൊരു 500 1000 രൂപയോ കിട്ടി ആ പണം സ്വരൂപിച്ച് വെച്ച് മരിക്കുന്നതിൻ്റെ ഉള്ളിൽ ആ സമ്പാദ്യത്തിൽ നമുക്ക് ഹജ്ജ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു മനുഷ്യൻ
മുന്നോട്ട് വെക്കുന്ന ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനാണ് മുസ്ലിം എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ആ ഒരു ഇസ്ലാമിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ഹജ്ജ് കർമ്മം ചെയ്ത് ഹാജിയരായി തിരിച്ചു വരുന്ന വ്യക്തിയും അവരെയാണ് നമ്മൾ ആ ഒരു ഹാജിയാർ എന്ന് വിളിക്കേണ്ടതും അതുപോലെ തന്നെ അവനാണ് യഥാർത്ഥ മുസൽമാൻ എന്ന് തന്നെ വിളിക്കേണ്ടതും. അതല്ലാതെ പല രൂപത്തിലൂടെയും പറ്റിച്ച് അതല്ലെങ്കിൽ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയ പണം കൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും അതിന് ഒരു ഗുണവും ചെയ്യില്ല എന്ന് തന്നെ ഖുർആനും അതുപോലെ തന്നെ ഹദീസ് പോലെയുള്ള സംഭവങ്ങളിലും നമുക്ക് മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും അതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ ഇന്ന് വലിയ രൂപത്തിലുള്ള ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കാരണം പണം പെരുകി മനുഷ്യന് പണം എന്ത് ചെയ്യണമെന്നറിയാതെ ആ പണത്തിൽ അവൻ ആർമാദിച്ച് ജീവിക്കുകയാണ്. ആ പണം ഉപയോഗിച്ച് ഈ പണം എങ്ങനെ ഉണ്ടാക്കി എന്ന് അവൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എന്താ എനിക്ക് ഹജ്ജിന് പോയാൽ, അതല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ള ആ ഒരു ദർഗകളിലും മറ്റുമൊക്കെ പോയാൽ എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. ഈ പറയുന്ന മഹാന്മാരുടെയൊക്കെ അരികിൽ പോയി അവരെയൊക്കെ സന്ദർശിച്ചാൽ എന്താ കുഴപ്പം? അതല്ലെങ്കിൽ നോമ്പ് കാലങ്ങളിൽ ഈ പലിശക്കുണ്ടാക്കുന്ന അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ആ മുതലൊക്കെ സമ്പാദിച്ചെടുത്ത വ്യക്തികൾക്ക് ആ ഒരു റമദാൻ മാസത്തിൽ അതുപോലെ ഈ പറയുന്നത് പോലെ എന്താ പറയാ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പാപങ്ങളും പൊറത്തു തരും പടച്ചവൻ എല്ലാം അറിയുന്നവനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് തന്നെ ഏത് രൂപത്തിൽ നിങ്ങൾ ആ ഒരു പടച്ചവന് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഉണ്ടാക്കുന്ന പണം അത് നിങ്ങൾ പടച്ചവനിൽ തന്നെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ പാപം പൊറുക്കാൻ എന്നുള്ള ആ ഒരു നിലയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളുടെ എല്ലാം അറിയുന്നവൻ പടച്ചവനാണ് എന്നുള്ള ഒരു വിശ്വാസം ലോക മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഹറാമായ രൂപത്തിലൂടെയുള്ള പണം ഉപയോഗിച്ച് ഒരിക്കലും അതിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പകർത്താൻ തന്നെ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ആ പലിശ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം പോലും നമ്മൾ വാങ്ങിച്ചു കഴിക്കരുത്. അതാണ് ഓരോ മുസ്ലിങ്ങളുടെയും ആ ഒരു പടച്ചവനിൽ അർപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു വിശ്വാസം. കാരണം നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത് പടച്ചവനോട് പശ്ചാത്തപിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? ഈ ലോകത്ത് ഒരു 200 വർഷമൊന്നും ആരും ജീവിക്കില്ല, 150 വർഷമൊന്നും ആരും ജീവിക്കുന്നില്ല. 125 വയസ്സ് വരെ ജീവിക്കുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള ആളുകളാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെയൊക്കെ ആ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു 75 അതല്ലെങ്കിൽ 76 വയസ്സ്. എൻ്റെ ഉപ്പ മരിച്ചത് 76ാമത്തെ വയസ്സിലാണ്. അതുപോലെ തന്നെ എൻ്റെ ഉപ്പയുടെ ഉമ്മ മരിച്ചതും അതുപോലെ തന്നെ 74-75 വയസ്സിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇങ്ങനെ എൻ്റെ അമ്മാമ്മന്മാരൊക്കെ മരിച്ചത് 50 വയസ്സിന്റെ ഉള്ളിലാണ്. അപ്പോൾ ആർക്കും ഒരു രീതിയിലും തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ല. അപ്പോൾ നമ്മൾ ആ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് ഈ പറയുന്ന നോമ്പ് അതുപോലെ തന്നെ സക്കാത്ത് അതല്ലെങ്കിൽ ആ നോമ്പ് പിടിച്ച ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും നമ്മളുടെ ആ ഒരു അധ്വാനത്തിന്റെ ആ ഒരു ഫലത്തിൽ നിന്നും ആയിരിക്കണം. അതല്ലാതെ മറ്റു രൂപത്തിൽ പലിശ ഇരട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള പണം ഉപയോഗിച്ച് നോമ്പ് സക്കാത്ത് അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഒരിക്കലും പടച്ചവൻ ഒരു രീതിയിലും അത് പുറത്തു തരില്ല എന്നുള്ള വിശ്വാസമാണ് മുസ്ലിമായിട്ടുള്ള എൻ്റെ മനസ്സിലുമുള്ളത്. അപ്പോ സമയം ഒരുപാടായി. അബ്ദുൽ കരീം, എന്തിനാടാ ഒരാളും നമ്മളെ ചമയിപ്പിച്ച് ഇരുത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ
ഏറ്റവും കൂടുതൽ ലൈവിലാണ് വന്നിരിക്കുന്നത്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു വീഡിയോസും മറ്റുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എത്രമാത്രം ഇതിന്റെ പിന്നിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഇവനെ ആരോ ചമയിപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. പിവംപോങ്ങൽ എന്തൊക്കെ മലയാളത്തിൽ പല രൂപത്തിലുള്ള ആ ഒരു ഇതുണ്ടാവും. അപ്പോ ഈ വിഷയം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ച, അതിലിടക്ക് കറണ്ട് പോയി. അപ്പോൾ അത്രയും കുറെ പേര് ലൈവിൽ ഇങ്ങനെ നിന്നിരുന്നു. ചിലപ്പോൾ കറണ്ട് പോയപ്പോൾ പെട്ടെന്ന് അവരും അങ്ങനെ ഓഫാക്കി പോയിട്ടുണ്ടാവും. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. നമസ്കാരം. ബൈ.